Hello guys, welcome back to our channel Legal Nexus. ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് Doctrine of Pleasure ആണ്. The principle is derived from the English maxim Durante beneplacentum, which means public servants are servants of the crown and be removed at will. The doctrine of pleasure means the government servant holds office during the pleasure of the president or the governor. This means the authority can be removed the employee from service at any time without assigning a reason unless constitutional safeguards apply. ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഗവൺമെന്റ് സർവന്റ് പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ ഗവർണറിന്റെയോ ഇഷ്ടാനുസരണം മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. പ്രസിഡന്റിനോ ഗവർണർക്കോ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു സെർവന്റിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട് കഴിയുന്നതാണ്. പക്ഷേ അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം അങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. The doctrine is provided under Article 310 of the Constitution of India. According to Article 310, civil servant of union holds office during the pleasure of the president. Civil servant of the state holds office during the pleasure of the governor. According to Article 310, പ്രസിഡന്റിന്റെ താല്പര്യാർത്ഥമാണ് യൂണിയനിലെ സിവിൽ സർവൻസ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റിലെ സിവിൽ സർവൻസ് ഗവർണറിന്റെ താല്പര്യാർത്ഥവും. Limitation. The doctrine is not absolute in India. It is limited by Article 311 of the Constitution of India, which provides protection to civil servants. Article 311 states a civil servant cannot be dismissed by an authority lower than the appointing authority. The employee must be given a reasonable opportunity to be heard before dismissal, removal, or reduction in rank. ആർട്ടിക്കിൾ 310 ലിമിറ്റേഷൻ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 311 പ്രകാരം ഒരു സിവിൽ സർവന്റിനെ ഡിസ്മിസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അതോറിറ്റിയെക്കാളും ലോവർ ആയിട്ടുള്ള ഒരു അതോറിറ്റിയെ കൊണ്ട് അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്യാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ ഒരു എംപ്ലോയിയെ ഡിസ്മിസ് ചെയ്യുകയാണെങ്കിൽ അതിനു മുൻപായിട്ട് അദ്ദേഹത്തിന് റീസണബിളി ഹിയർ ചെയ്യാനുള്ള അവകാശമുണ്ട്. എക്സെപ്ഷൻ ടു ദ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ നോക്കുകയാണെങ്കിൽ The doctrine of pleasure does not apply to the holders of these office. However, they can be removed from the office on the grounds of proved misbehavior or incapacity by following the procedure provided by the Constitution in Article 310, and hence those servants shall be excluded from it. The following persons have constitutionally secure tenure as following: the Supreme Court and High Court judges, the Controller and Auditor General of India, Chairman and members of Public Service Commission. ഈ ഡോക്ടറിന്റെ എക്സെപ്ഷൻസ് നോക്കാം. ഈ ഡോക്ടറിന് പ്രകാരം ചില വ്യക്തികളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ പദവിയിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അതുപോലെ തന്നെ ഇൻകപ്പാസിറ്റി തുടങ്ങിയവ തെളിയിക്കുകയാണെങ്കിൽ അവരെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കാം. അത് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആ രീതിയിലുള്ള നടപടിക്രമം ഉപയോഗിച്ച് മാത്രമേ അവരെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ പറയുമ്പോൾ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ചെയർമാൻ ആൻഡ് മെമ്പർ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവരാണ്. ഡോക്ട്രിൻ ഓഫ് പ്ലഷറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കേസ് ലോസ് നോക്കാം. സ്റ്റേറ്റ് ഓഫ് ബിഹാർ വേഴ്സസ് അബ്ദുൾ മജീദ്. The Supreme Court held that in relation to the doctrine of pleasure, the English common law has not been adopted in its entirety and with all its rigorous implications. വേറൊരു കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് തുളസിറാം പട്ടേൽ. The Supreme Court held that the doctrine of pleasure was neither a relic or feudal age nor was it based on any special prerogative of British Crown but was based upon public policy. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ആണ് പഠിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട 2 ആർട്ടിക്കിൾസ് പഠിച്ചു, 310ഉം 311ഉം. അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിന്റെ എക്സെപ്ഷൻസും നമ്മൾ നോക്കി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, don't forget to like, share and subscribe for more legal insights.